ഈ പാപ്പുവ ന്യൂഗിനിയിലെ പല ഗോത്രങ്ങളും ആത്മാക്കളെ ഭയപ്പെടുന്നവരാണ്. എൻ്റെ പൊന്നെ എന്തോ വരുന്നുണ്ടല്ലോ, എന്തത് സംഭവമായിട്ട് എന്തോ ഒരു സാധനം വരുന്നു. അയ്യോ ഇംഗ്ലീഷ് കഫേ പാപ്പുവ ന്യൂഗിനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഗുറോക്ക, അതായത് ഈസ്റ്റേൺ ഹൈലാൻഡിലെ ഗുറോക്ക എന്ന് പറയുന്നൊരു ടൗണിൽ ബിഷപ്പിൻ്റെ ഹൗസിലാണ്. ഇതാണ് ബിഷപ്പിൻ്റെ ഹൗസിൽ കാണുന്നത്, കണ്ട. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയുകയാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നു ഹാഗൻ, മൗണ്ട് ഹാഗൻ എന്ന് പറയും. എനിക്ക് തോന്നുന്നൊരു മൂന്ന് മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗൈഡിനെ നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ഒരു നീല വണ്ടിയിൽ, ആ കാണുന്ന നീല വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യണം. ഈ നിൽക്കുന്ന ആളാണ് നമ്മുടെ ഗൈഡ്. ഹലോ മൈക്കിൾ. യെസ്, പുള്ളിക്ക് പേര് മൈക്കിൾ എന്നാണെങ്കിൽ നമ്മൾ മൈക്കിന്ന് ഷോർട്ടായിട്ട്. താങ്ക് യു. യെസ്, താങ്ക് യു, നൈസ് ടു മീറ്റ് യു. അപ്പോൾ പുള്ളിയുടെ മക്കളാണ് രണ്ടുപേരുണ്ട്, കോളിൻ ആൻഡ് ഇതാണ് ഡ്രൈവർ. ഹലോ സാംസങ്. ഹലോ, നൈസ് ടു മീറ്റ് യു. നെയിം മെൽ. ഓക്കെ. അപ്പോൾ അച്ഛനോട് വിട പറയണതാണ്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ്റെ വില്ലേജൊക്കെ നമുക്ക് കാണിച്ചു തന്നു. ലോക്കൽ സൈഡിൽ കൂടെയൊക്കെ മറ്റേ മാർക്കറ്റിൽ കൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയത് അച്ഛനുള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും താങ്ക് യു. ഇനി എപ്പോഴെങ്കിലും കാണാം. ശരിക്കും പാപ്പുവ ന്യൂഗിനി വരാൻ ഏറ്റവും ബെസ്റ്റ് ടൈം സെപ്റ്റംബർ ആണെന്നാണ് പറയുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ ടൈമിൽ ഈ ഗൊറോക്കയ്ക്ക് വരുവാണ് ഇവരുടെ കൾച്ചറൽ ഷോസ് ഒക്കെ കാണാം. ശരി, 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഷോസ് പരിപാടിയൊക്കെ ഉണ്ട്. ഗൊറോക്ക മാത്രമാണ് ഹാഗനിലുണ്ടോ? ഹാഗനിലൊക്കെ ഉണ്ട്, അതൊക്കെ ഡിഫറെന്റ് ടൈമില്ല. ഹാഗൻ ഷോ ഓഗസ്റ്റ് സെപ്റ്റംബർ ആണ് ഇവിടുത്തെ ഫെസ്റ്റിവൽ ടൈം, അപ്പോഴാണ് വരേണ്ടത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ബിഷപ്പ് ഹൗസിൽ നിന്ന് പയ്യെ ഇറങ്ങാണ്. ഓൾ ദ ബെസ്റ്റ്. യെസ്, ഇപ്പം സമയേ 8 മണിയായേ. രാവിലെ എനിക്കിപ്പോൾ നോക്കിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇതിൻ്റെ മുമ്പിൽ. ഇതിപ്പോൾ നമ്മൾ ബിഷപ്പ് ഹൗസിന് മുമ്പാകമാണ്. ഇത് നാഷണൽ ഹൈവേ ആണ് ഈ മുമ്പിൽ കൂടി പോകുന്നത് കേട്ടോ വഴി. ഇത് ലേ എന്ന് പറയുന്ന ഭാഗം തൊട്ട് അങ്ങ് താരി എന്നൊക്കെ പറയുന്ന മൗണ്ട് ഹാഗൻ അങ്ങോട്ടൊക്കെ പോകുന്ന ഒരുപാട് ദൂരമുള്ള നാഷണൽ ഹൈവേ ആണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇത് എനിക്ക് ഒരാൾക്ക് സഞ്ചരിക്കാൻ വലിയ വണ്ടിയൊക്കെയാണല്ലോ ഇവർ സെറ്റ് ചെയ്തൊക്കെ. നല്ല കാശൊക്കെ കണ്ടിട്ടുണ്ട് ഇവർക്ക്. ഇവർ തന്നെ വണ്ടിയാണല്ലേ? ചാർജ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഇൻക്ലൂഡാ വണ്ടി എന്ന് പറയുമ്പോൾ അല്ലേ? എനിക്കറിയത്തില്ല, നോക്കാം. അതുപോലെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഇതുപോലെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയണമല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ശരിക്കും പഠിക്കാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. പല വഴികളും ആളുകൾ നോക്കിയിട്ട് ചിലപ്പോൾ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു പരിപാടി എന്താണെന്നറിയാമോ? ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് കഫേനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇംഗ്ലീഷ് പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്ന കാര്യമാണ് ഇംഗ്ലീഷ് കഫേയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഒരു പേഴ്സണൽ ട്യൂട്ടറുടെ സഹായത്തോടു കൂടി ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, അതും നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നേരെ അവരെ കോൺടാക്ട് ചെയ്യാം. ഇത് 2 മാസത്തെ ഒരു കോഴ്സാണ്. ഇത് 2 മാസം കൊണ്ട് തന്നെ തീർക്കണമെന്നില്ല. ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ 6 മാസം വരെ വാലിഡിറ്റി ഉണ്ട്. അതിന് പ്രത്യേകിച്ച് കൂടുതൽ ഫീസൊന്നും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് പിന്നെ കോളിംഗ് ആക്ടിവിറ്റി, സ്പീക്കിംഗ് ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ 24 മണിക്കൂറും നമുക്ക് ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനും അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ തിരുത്തി തരാനൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് സുഖമായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യാം, ഇംഗ്ലീഷ് കഫേ. അപ്പോൾ ഓക്കെ അച്ഛാ, ശരി, ബൈ, സീ യു, എപ്പോഴെങ്കിലും കാണാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. വിശാലമായ വണ്ടിയാണ്. യെസ്, എവിടെ വേണമെങ്കിൽ ഇരിക്കാമെന്ന് പറയണം. ഇത്രയും വിശാലമായ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യണം കേട്ടോ. ഫ്രണ്ടിൽ നമ്മുടെ ഡ്രൈവറായിട്ട് സ്ഥാനമുണ്ട്. നമ്മുടെ അച്ഛൻ ഇവിടെ നോക്കിയിട്ടുണ്ട് അതിശയമായിട്ട്. യെസ്, ഹലോ, ഹായ്. നമ്മൾ ആക്ച്വലി ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരെ നമ്മൾ ബിഷപ്പ് ഹൗസിൽ നിന്ന് ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ് ടൗണിലോട്ട്. ശരിക്കും ഓൺ ദ വേ നമുക്ക് പോയാൽ മതി, പക്ഷേ ബാഗ് ഞാൻ അവിടെ വെച്ചേക്കാണ്. ഇത് നമ്മൾ പെട്രോൾ അടിച്ച ശേഷം ഒരു മ്യൂസിയം കൂടി കണ്ട ശേഷം തിരിച്ച് ഇവിടെ വന്ന് ബാഗ് എടുക്കാം. കാരണം ബാഗ് നമ്മുടെ വണ്ടിയിൽ വെച്ചിട്ട് പോകുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട്
അവിടെ വെച്ചേക്കാണ്. നമ്മൾ തിരിച്ച് പോകുമ്പോൾ ജസ്റ്റ് ഇവിടം വരെ വന്നാൽ മതി, അതാണ് ഏറ്റവും നല്ല പരിപാടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാഗ് അവിടെ വെച്ചേക്കാണ് ബിഷപ്പ് ഹൗസിൽ തന്നെ. തിരിച്ച് വന്നിട്ട് എടുക്കാം. അല്ലെങ്കിൽ വണ്ടിയിൽ നമ്മൾ ഈ സാധനങ്ങൾ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, അടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാലിയായിട്ട്, എൻ്റെ കയ്യിൽ ഒരു മൊബൈലുണ്ട്, അതുപോലെ പിന്നെ നമ്മുടെ ഈ വീഡിയോ എടുക്കുന്ന ക്യാമറ ഉണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ മൈക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. പുള്ളിയുടെ പേര് മൈക്കിൾ എന്നാണ്. മൈക്കിൾ, നമ്മൾ മൈക്കിന്ന് ഷോർട്ട് നെയിം വിളിക്കും. അപ്പോൾ പുള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരുന്നു. അതായത് ഇവിടെ ഈ ഒരു പ്രൊവിൻസ്, ഇവിടുത്തെ പ്രൊവിൻസ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്ന രീതിയിലുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു പ്രൊവിൻസിൽ മാത്രം 9 ലാംഗ്വേജസ് ഉണ്ടെന്നാണ് നമ്മുടെ മൈക്ക് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലും ഇതേപോലെ തന്നെയാണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ ലാംഗ്വേജാണ്, ഇഷ്ടംപോലെ ലാംഗ്വേജ് അവിടെയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ എന്നൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ യാത്ര ചെയ്ത ഗൊറോക്ക ടൗണിൽ കൂടിയാണ്. ഇവിടെ എപ്പോഴും സജീവമുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വഴിയിൽ കാണാം. എന്തെങ്കിലും പണിയുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, വെറുതെ കുറേ ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാം. എന്തായാലും നല്ല ആക്റ്റീവായിട്ടുള്ള ടൗണാണ്, എപ്പോഴും ഫുൾ ടൈം ആളുകളൊക്കെ ഉള്ളൊരു ടൗണാണ്. നമ്മളെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഡീസലിന് എത്രയാണ് കിന എഴുതിയേക്കണമെന്ന് മനസ്സിലായിട്ടില്ല. ഡീസലിനെ 5 കിനയാണ് റേറ്റ് വരുന്നത്. 5 കിന എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ മണി ഒരു 111 രൂപ വരും. ഏകദേശം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പൈസയാണ്. ഇത് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയിൽ അത് ഓഫായി പോയി. അപ്പോൾ എന്നിട്ട് ഒരു ജനറേറ്റർ ഓൺ ചെയ്തിട്ടാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പല സ്ഥലത്തും കറണ്ടൊന്നും കറക്റ്റായിട്ടില്ല എന്ന് തോന്നുന്നു. ഡീസലിന് റേറ്റ് കൂടുതലാണ്, 7 കിനയാണ്. 7 കിന എന്ന് പറയുമ്പോൾ 156 രൂപയ്ക്ക് വരും. ഡീസലിന് ഇവിടെ റേറ്റ് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 5 കിന പെട്രോളിനാണ്. പെട്രോളിന് വിലക്കുറവും ഡീസലിന് വില കൂടുതലുമാണ്. ഡീസലിന് 150 രൂപ. അതുകൊള്ളു കേട്ടോ. നമ്മളിവിടെ കുറച്ച് കുറവല്ലേ ഡീസലിന്, ഇവിടെ ഡീസലിനാണ് റേറ്റ് കൂടുതൽ. അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആക്ച്വലി പുറത്തോട്ടൊന്നും ഇറങ്ങണില്ല, ഗ്ലാസ് വരെ കയറ്റിട്ടേക്കാണ്. കാരണം അത് പണിയാണ്, നമ്മുടെ സീനാണ്. അതുകൊണ്ടാണ് വണ്ടികൾക്കുള്ളിൽ തന്നെ ഇരിക്കണം. നമുക്ക് നോക്കാം, നമുക്ക് മെയിൻ സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ ഇറങ്ങാം. വൗച്ചർ, ഓക്കെ. ഇതേ എൻ്റെ മൊബൈലിൻ്റെ ഡാറ്റ തീരാറായിട്ടുണ്ട്. കുറച്ചും കൂടി 2-3 GB എങ്ങാണ്ട് ഉള്ളൂ. അപ്പോൾ ഞാൻ 50 കിനക്ക്, അത് 50 കിന കൊടുത്തു കഴിഞ്ഞാൽ 30 GB കിട്ടും. 20 കിന കൊടുത്താൽ 10 GB കിട്ടും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വൗച്ചറൊന്നും മേടിച്ചത് ആക്ടിവിറ്റിയാണ്. ഇനി മൊബൈൽ സിം നമ്മൾ ഓൾറെഡി എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ പുള്ളിക്ക് പൈസ കൊടുത്തിട്ട് മേടിപ്പിച്ച. ഈ പുള്ളീനെ കോൺടാക്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അമേരിക്കൻ ഫ്രണ്ടുണ്ട്, പുള്ളി വ്ളോഗറാണ്. അപ്പോൾ ഞാൻ പുള്ളി മുമ്പ് പാപ്പുനുകിൽ വന്നിട്ടുണ്ട്. ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോഴാണ് ഇങ്ങയുടെ കോണ്ടാക്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വാട്സാപ്പ് വഴി ചാറ്റ് ചെയ്ത്, പൈസ കൊടുക്കണം, നല്ല കാശാണ്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ഭയങ്കര എന്താണ്, കുറേ നാളായിട്ടുള്ള ചാറ്റിങ്. എനിക്ക് തോന്നുന്നു 6 മാസമായിട്ടുള്ള പ്ലാനിങ് അത് ഈ ട്രിപ്പ്. അങ്ങനെയാണ് പുള്ളി വരാനുള്ള പ്ലാനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത്, അതിനുശേഷമാണ് നമുക്ക് അച്ഛന്മാരെ കണക്ട് ചെയ്ത് കിട്ടണം. അങ്ങനെയാണ് നമ്മുടെ ഷൈബിൻ അച്ഛൻ്റെ കൂടെയൊക്കെ കുറേ സ്ഥലം കറങ്ങി പിന്നെ ഇവരോടൊപ്പം ജോയിൻ ചെയ്യണത്. ആദ്യം ഞാൻ കോണ്ടാക്ട് ചെയ്ത് പുള്ളിയിലെ. എന്തായാലും അച്ഛന്മാരെ കിട്ടിയോണ്ട് നമുക്ക് അവിടുത്തെ കുറേ എക്സ്പീരിയൻസ്, ലോക്കൽ ലൈഫ്, അതുപോലെ മാർക്കറ്റുകളൊക്കെ നമ്മൾ കണ്ടു. അത് നമ്മുടെ ഷൈബിൻ അച്ഛൻ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ട് ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. ശരിക്കേ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അതിമനോഹരമായ സ്ഥലമാണ്. ഭൂപ്രകൃതി കൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. മഴയുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ മലനിരകളും ഫോഗും ഒക്കെ കാണാം. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. കുറേ ഫോറസ്റ്റുകൾ എല്ലാം ഉണ്ട്. പക്ഷെ ആകെയുള്ള പ്രശ്നം ആളുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഇവിടുത്തെ ദാരിദ്ര്യത്തിൻ്റെയും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വേറെ കുഴപ്പമൊന്നുമില്ല, ബാക്കി സ്ഥലമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ നാഷണൽ മ്യൂസിയത്തിലാണ്. ഇത് കണ്ടോ, മെക്കാർത്തി മ്യൂസിയം. ഓക്കെ, JK മെക്കാർത്തി മ്യൂസിയം, പാപ്പുവ ന്യൂഗിനിയ നാഷണൽ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി. ഈ മ്യൂസിയത്തിൽ കയറേണ്ടേ 5 കിനയാണ് റേറ്റ്. അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ കുറേ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അവരുടെ ആയുധങ്ങൾ, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, പിന്നെ അവരുടെ പണ്ട് ഉപയോഗിച്ചിരുന്ന മറ്റേ നാണയം അല്ലെങ്കിൽ പണം എന്ന രീതിയിൽ ഉപയോഗിച്ചിരുന്ന കിന, പണ്ടത്തെ കിന, അതെങ്ങനെ ഇരിക്കുമെന്നൊക്കെ, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവം കേട്ടോ. അതായത് ചങ്ക് പോലത്തെ ഒരു സാധനമൊക്കെയാണ് പണ്ട് കൈമാറ്റം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ കാണാം. പിന്നെ കുറേ ഓസ്ട്രേലിയൻസ് വന്നതിൻ്റെയൊക്കെ ഫോട്ടോഗ്രാഫ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിശദമായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ ഇത് കൊള്ളാം, ചെറിയൊരു മ്യൂസിയം ഉണ്ടോ. നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വഴി കൂടെയൊക്കെ യാത്ര ചെയ്തായിരുന്നു.
ഈ ഭാഗമാണ് ഇവിടുത്തെ പ്രധാന ബസ് സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്ന ഏരിയ. അതായത് ലേ എന്ന് പറയുന്ന തുറമുഖ പട്ടണമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ബസ് കിട്ടുന്നത് ഇവിടെയാണ്. അതുപോലെ മൗണ്ട് ഹാഗനിലോട്ട് ബസ് കിട്ടുന്നതും ഈ ഭാഗത്ത് തന്നെയാണ്. ഇവരുടെ ബസ്സാണ് ആക്ച്വലി കാണുന്നത്. ഇതുണ്ടോ, ഇവരുടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനാണ്. നമ്മുടെ നാട്ടിലെ ബസ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ലോറിക്ക് പുറയിൽ സീറ്റുകൾ 2 സൈഡിൽ സെറ്റ് ചെയ്തേക്കാണ്. എന്നിട്ട് എനിക്ക് പഴമൊക്കെ കൊണ്ടുപോകുന്നു, കണ്ടോ, ലഗേജ് വരെ കൊണ്ടുപോകുന്നത്. ഇതാണ് ഇവരുടെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ. ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനായിട്ടുള്ള വണ്ടിയാണ്. വേറെ ഈ ബസ്സുണ്ട് കേട്ടോ, ഈ കിടക്കുന്ന ബസ്സുണ്ട്, അങ്ങനത്തെ ടൈപ്പ് ബസ്സും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ഭാഗത്ത് കൂടിയൊക്കെ ഇറങ്ങി നടന്നാണ്. ഗോരോക്ക മാർക്കറ്റാണ് കാണുന്നത്. ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഓരോ പ്രൊവിൻസിലും വ്യത്യസ്തമായ ആളുകളാണ്. ഇപ്പോൾ കൾച്ചർ ആയിക്കോട്ടെ, അവരുടെ രീതികളായിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു രീതിയാണ് വേണമെങ്കിൽ പറയാം. ഓരോ സംസ്ഥാനം കഴിഞ്ഞാൽ ഭക്ഷണം മാറും, ആൾക്കാരുടെ രീതി മാറും, രൂപം മാറും, പിന്നെ കൾച്ചർ മാറും, ഭാഷ വരെ മാറുന്നില്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ ഓരോ സ്റ്റേറ്റിൽ തന്നെ വ്യത്യസ്ത സംഭവങ്ങളാണ്. ആളുകളുടെ സ്കിന്നിൻ്റെ കളർ വരെ വ്യത്യാസമുണ്ട്. അങ്ങനെ വൈവിധ്യമാർന്ന നാടെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സ്ഥലമാണ് പാപ്പുവ ന്യൂ ഗിനിയ. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണെന്നറിയാമോ? ആൾക്കാരുടെ ചേഞ്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ കാണാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആളുകളെ ഒരുപാട് പേരെ കണ്ടില്ലേ, അവരുടെ രൂപങ്ങളൊക്കെ കണ്ടില്ലേ. പാപ്പുവ ന്യൂ ഗിനിയുടെ തൊട്ടടുത്ത് തന്നെ കുറേ ഐലൻഡുകളുണ്ട് പാപ്പുവ ന്യൂ ഗിനിയുടെ കീഴിൽ തന്നെ വരുന്നത്. അതിനകത്ത് ഒന്നാണ് ബോഗൻവില്ല എന്ന് പറയുന്ന ബോഗൻവില്ല ഐലൻഡ്. അപ്പോൾ അത് എന്ന് പറയുന്നത് സോളമല ഐലൻഡിൻ്റെയൊക്കെ തൊട്ടടുത്താണ്. അവിടുത്തെ ആളുകൾ ഭയങ്കര ചേഞ്ചാണ്. അവിടെ നിന്നുള്ളൊരു ചേച്ചിനെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. വേണ്ട, അവരുടെ രൂപവും അവരുടെ സ്കിന്നിൻ്റെ കളർ വരെ ചേഞ്ച് ഉണ്ട്, രൂപത്തിൽ വരെ മാറ്റമുണ്ട്. അപ്പോൾ അതാണ്, അങ്ങനെയാണ് ഇവിടെ ഓരോ ഐലൻഡുകളും ഓരോ പ്രൊവിൻസും എല്ലാം ഇതുപോലെ വ്യത്യസ്തമാണ്. ഞാൻ ബിഷപ്പ് ഹൗസിൽ വന്നു. ഇനി ഇവിടുന്ന് ബാഗ് എടുക്കണം. ബാഗ് എടുത്ത് നമ്മൾ മൗണ്ട് ഹാഗനിലോട്ട് പോകണം. താക്കോലിട്ട് തുറക്കട്ടെ. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബാഗ് വെച്ചിട്ട് പോയത്. കാരണം അവിടെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ പ്രശ്നമാണ്. ബാഗ് വണ്ടിയിൽ വെച്ചിട്ട് പോയാൽ, ഇവിടുത്തെ ബിഷപ്പിൻ്റെ ബാഗ് ലാപ്ടോപ്പ് അടക്കം കഴിഞ്ഞ ദിവസം പോയി, ഒരാഴ്ച മുമ്പ്. എന്നിട്ട് ATM നിന്നൊക്കെ കുറേ കാശൊക്കെ പോയി. അപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്തു. നമ്മുടെ റൂമിൻ്റെ താക്കോലൊക്കെ അവിടെ ഏൽപ്പിച്ചു. ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബിഷപ്പ് വണ്ടി ഓടിച്ച് പുറത്തോട്ട് പോയാൽ കാണിച്ചു തരായിരുന്നു. കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇനി നേരെ മൗണ്ട് ഹാഗൻ, നമ്മുടെ ഗൈഡും ടീമും ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. നേരെ 3 മണിക്കൂർ എടുക്കും കേട്ടോ മൗണ്ട് ഹാഗനിലോട്ട്. 3 മണിക്കൂറുണ്ട്. 174 കിലോമീറ്റർ, 3.25 മണിക്കൂർ എടുക്കും. നമ്മളെ ഇപ്പോൾ വന്നേക്കുന്നത് ഒരു ട്രൈബ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മഡ്മാൻ എന്ന് പറയും. മണ്ണൊക്കെ തേച്ചിട്ടുള്ളൊരു ടൈപ്പ്. കാണാം, എന്താ സംഭവം കാണിച്ചു തരാം. ഞാനിത് ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് കാണാൻ പോവാം. പഴയ നമ്മുടെ കാലത്തേക്ക് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഓക്കെ. ഓക്കെ, ഇതേ ഈ ഗേറ്റ് വെച്ചേക്കണത് പന്നികൾ പുറത്തേക്ക് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടാ, നമ്മുടെ നാടുകളിൽ പണ്ടത്തെ കാലത്ത് ഇങ്ങനത്തെ ഗേറ്റൊക്കെ ഉണ്ടായിരുന്നു. പഴയ കുറേ സിനിമകളൊക്കെ എടുത്ത് നോക്കി കാണാം ഇങ്ങനത്തെ ഗേറ്റൊക്കെ. ഞാൻ എൻ്റെ വലിയ ബാഗ് മാത്രമേ വണ്ടിയിൽ വെച്ചിട്ടുള്ളൂ. ബാക്കി ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ എൻ്റെ ഈ കുഞ്ഞ് ബാഗിലെടുത്തു. എല്ലാം പ്രധാനപ്പെട്ട സാധനങ്ങൾ. ഞാൻ ചില മലയാളം വേർഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കാരണം അവർക്ക് മനസ്സിലാവണ്ടല്ലോ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് എടുത്തു, പുറകിൽ തൂക്കിയിട്ടുണ്ട്. വണ്ടിയിൽ വെച്ചിട്ട് പോയാലേ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നടന്നെത്തിയപ്പോഴേക്കും ഗ്രാമങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഹലോ, ഹായ്. ഇത് കണ്ട, ഇത് കളിമണ്ണാണെന്നാണ്, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. നമ്മുടെ കയ്യിലുള്ള പോലത്തെ ബാഗ്, ചെറിയ ബാഗ് ഇതുണ്ട്. ഇത് എനിക്ക് കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ ഇവരുടെ സ്ഥലത്തോട്ട് കയറുകയാണ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടല്ലോ, വെൽക്കം ടു ഹോം ഓഫ് ദ അസറോ മഡ്മാൻ. ഓക്കെ. അമ്പോ, ഇതെന്താണ്, റിസോർട്ടാ? അടിപൊളി സ്ഥലമാണല്ലോ, നല്ല രസമല്ലേ? ചെറിയൊരു കുടില് പോലത്തെ സെറ്റപ്പ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കാന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അടിപൊളി, നല്ല രസമുള്ള ആംബിയൻസ്.
ഇത് കണ്ട, ഇത് ഫോഗൊന്നുമല്ല കേട്ടോ, എവിടെ തീയിട്ടതിൻ്റെ പുകയാണ് വരുന്നത്. നമ്മൾ ഇതിലെയാണ് ഇറങ്ങുന്നത്. ഇത് ഈ ചെടിക്ക് എന്തോ പേരുണ്ടല്ലോ, ഇത് നമ്മുടെ നാട്ടിലുണ്ട് ഈ സാധനമൊക്കെ. നല്ല രസമുള്ള വഴി കേട്ടോ, അടിപൊളി. ഇവിടെ ഇരിക്കാനുള്ള സീറ്റൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. പുകയൊക്കെ ഉണ്ടല്ലോ, അമ്പോ ഇതെന്താണ്. ഇവരെ സൈഡിൽ തീയൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താണ് സംഭവം? ഇവരുടെ വീടിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടോ, നല്ല രസമല്ലേ, അടിപൊളി. എൻ്റെ പൊന്നെ എന്തോ വരുന്നുണ്ടല്ലോ, എന്താ സംഭവം പറ്റി, എന്തോ ഒരു സാധനം വരുന്നു. അയ്യോ, ഇത് ഇവിടെ നിന്നും വരുന്നു. അമ്പമില്ലൊക്കെ ഉണ്ടല്ലോ. ഇതെന്താ, ഇതാണ് മഡ്മാൻ. അയ്യോ, ഇവർ ഡാൻസ് കളിക്കാൻ പോവാണോ എന്താണ് ഉദ്ദേശിക്കണമെന്ന് അറിയത്തില്ല. രണ്ടുപേര് വരുന്നുണ്ട്, ഒരാളുടെ കയ്യിൽ അമ്പും വില്ലും, ഒരാളുടെ നഖം കണ്ടോ, നഖം അല്ലാതെ എന്തോ കയ്യിൽ മരത്തിൻ്റെ സാധനം സെറ്റ് ചെയ്തേക്കുന്നതാണ്. തുണിയില്ലല്ലേ, നാണം മറയ്ക്കാനുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഈ പാപ്പാ ന്യൂഗിനിയിലെ അസോറോ എന്ന് പറയുന്ന ഗോത്രത്തിലെ മഡ്മ എന്ന് പറയുന്ന ട്രൈബാണിത്. ഹൊളോസ എന്നും ഇവരറിയപ്പെടും. ഇവർ ഈ ശരീരത്തിൽ തേച്ചിരിക്കുന്നത് കളിമണ്ണാണ്. അതുപോലെ തന്നെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മുഖം മൂടിയാണ് ഇവർ ധരിച്ചിരിക്കുന്നത്. ഇതാണ് ഇവരുടെ ഒരു പരമ്പരാഗത വേഷം. ഈ വേഷം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് പ്രേതങ്ങളെയാണ്, അല്ലെങ്കിൽ ആത്മാക്കളെയാണ്. ഇവർ ഈ ഹൊളോസ എന്ന് വിളിക്കുമല്ലോ, അതിന്റെ അർത്ഥം ശരിക്കും പ്രേതങ്ങൾ എന്നാണ്. ഇവരുടെ ഈ ഒരു ഗോത്രത്തിന് സമ്പന്നമായ സാംസ്കാരിക ചരിത്രം ഉണ്ട് കേട്ടോ. പാപ്പാ ന്യൂഗിനിയിലെ ഈസ്റ്റേൺ ഹൈലാൻഡ് പ്രവിശ്യയിലെ ഗൊറോക്ക എന്ന് പറയുന്ന ഗ്രാമത്തിനടുത്താണ് ഇവർ താമസിക്കുന്നത്. ഈ ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ പണ്ട് കാലത്ത് ഇന്നത്തെ മഡ്മാൻ ട്രൈബ് എന്നറിയപ്പെടുന്ന ഈ അസോറോ ഗോത്രത്തെ ആക്രമിക്കാനായിട്ട് മറ്റ് ഗോത്രങ്ങൾ വന്ന സമയത്ത് ഇവർ ഭയന്ന് ഓടുകയും, അങ്ങനെ ഓടുന്ന സമയത്ത് അതിലൊരാൾ ചെളിയിൽ വീണു പോവുകയും അയാൾ ആ ചെളിയോടുകൂടി എഴുന്നേറ്റ് വന്ന സമയത്ത് ഈ ശത്രുഗോത്രക്കാർ അതേതോ ആത്മാവാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയന്ന് ഓടിപ്പോവുകയും ചെയ്തു. അതിന് പ്രധാന കാരണം ഈ പാപ്പാ ന്യൂഗിനിയിലെ പല ഗോത്രങ്ങളും ആത്മാക്കളെ ഭയപ്പെടുന്നവരാണ്. അപ്പോൾ ഈ ചെളിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആളെ കണ്ടപ്പോൾ അവർ ഏതോ പ്രേതമാണെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഭയന്ന് ഓടിപ്പോവുകയും ആത്മാക്കളെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശരീരം മുഴുവനും കളിമണ്ണ് തേച്ചും കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ മുഖംമൂടികൾ ധരിച്ചും അവര് അങ്ങനെ ഒരു വേഷം സ്വീകരിച്ചു. അങ്ങനെ ഈ വസ്ത്രധാരണ രീതി ഇവരുടെ പാരമ്പര്യമായി മാറി. അങ്ങനെ മഡ്മാൻ ട്രൈബ് എന്നറിയപ്പെട്ടു തുടങ്ങി. ഈ അസോറോ മഡ്മാൻ ഗോത്രക്കാർ സംസാരിക്കുന്നത് കൈനന്തു ഗൊറോക്ക ഭാഷയുടെ ഭാഗമായ ഡനോ എന്ന ഭാഷയാണ്. അയ്യോ, അയ്യോ, ഇതെന്തുകൊണ്ടാണ് അമ്പ ഉണ്ടാക്കിയാണ്? മുളയാണ്. അയ്യോ, കുണ്ടിയുണ്ടോ? തുണിന്നില്ലട്ടാ, മൊത്തം ചെളി വരുത്തി വെച്ചേക്കാണ്. അവസാനം മുഖംമൂടി ഊരി. ഹലോ ഹലോ, ഷെയ്ക്കാൻ വന്നാൽ ശരിയാവില്ല. ഷെയ്ക്കാൻ വന്നാൽ കൈ പോവും, അതുപോലെയാണ്. നൈസ്. ഹലോ. ഇത് ആക്ച്വലി കാണുന്ന പോലെ അല്ല, ഭയങ്കര വെയിറ്റ് ഉണ്ട് ഈ സംഭവത്തിന്. ഇത് ഇറ്റ്സ് സോയിൽ ക്ലേ. ഇത് കളിമണ്ണാ. അത് തന്നെ സംഭവം, കളിമണ്ണാണ്. നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് ഇവർ തലയിൽ വെക്കുന്നത്. My name is Roa. I'm the youngest leader here. All the heads I did it. Today we call it madman. In Asaro language we call it horosa. Horosa means ghost. Ghost. Ghost.
Okay. or the spirit. Okay. The most powerful weapon culture that our ancestors Asaro used madmen as a weapon to scare the enemy and get the land back. ഓക്കെ. അപ്പോൾ ഇവർ പറയുന്നത് പാപ്പുവാനുവിനെ കുറിച്ച് നിങ്ങൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നിങ്ങളുടെ നാട്ടിൽ പോയി എല്ലാവരും പറയണം. ഇവിടുത്തെ ഒരുപാട് കൾച്ചറിൽ ഒരെണ്ണമാണ് മഡ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കണം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണെന്നാണ് ഇവർ പറയുന്നത്. താങ്ക് യു സോ മച്ച്. ഈ മഡ്മാൻ ട്രൈബിൻ്റെ ഒരു വീട് ഇങ്ങനെയാണ് ഇരിക്കണം. കുറേ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാട്ടാ. അതുണ്ട വിശാലമായൊരു ഹാളിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇതുണ്ട മുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. These are small madman heads, arts and crafts that I usually sell. കുറേ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഇവരുടെ ഹെഡുകൾ ഉണ്ടാ. ഇത് വെച്ചിട്ടാണ് ആൾക്കാരെ പേടിപ്പിക്കണം. എന്താ ഇതൊക്കെ കുഞ്ഞിതാണ്ട. ഇതൊക്കെ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഉണ്ടാക്കി വെച്ചായിരിക്കും ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. കണ്ട മുതലയുടെ ഇതൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു റൂം. ഇത് ആക്ച്വലി ഒരു മോഡലാണ് കേട്ടോ, ശരിക്കും ഉള്ളതല്ല. ഇവിടെ ആരും താമസിക്കാനുള്ള ഇത് മോഡലാണ്. നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇവിടെ റൂമുണ്ട്, ഇങ്ങനത്തെ ഒരു റൂം. Call it pit. Pit. Soft pit. സോഫ്റ്റ് പിപ്പിറ്റ്. This one we call it kunai grass. The scientific name we call it kogon grass. കൊഗൺ ഗ്രാസ്. Kogon grass. ഓക്കെ. അങ്ങനെ ഒരു പുല്ലുകൊണ്ടാണ് ഇത് മെയ്യണത്. We use for roofing. റൂഫ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. In coastal areas, when you go, you will see sago palm leaf. Sago. For the roofing. Sago palm tree. Sago palm leaf. Palm tree, right? Palm tree leaf. Yes, okay. For the roofing. Okay. In highlands, we use kunai grass. ഇവർ പറയുന്നത് ഈ ഹൈലാൻഡിൽ, അതായത് ഹൈ റേഞ്ച് ഏരിയയിൽ ഇങ്ങനത്തെ വാട്ട്സ് ദ നെയിം Kunai grass. കുന്നായി എന്ന് പറയുന്ന ഒരു ഗ്രാസ് വെച്ചിട്ട് പുല്ല് വെച്ചിട്ടാണ് അവർ മേൽക്കൂര ചെയ്യുന്നത്. പക്ഷേ കോസ്റ്റൽ ഏരിയയിലാണെങ്കിൽ പാം ട്രീയുടെ ഇല വെച്ചിട്ടാണ്. ഈ കാണുന്നത് മൊത്തം കൃഷിയാണ് കേട്ടോ. നമ്മുടെ മധുരക്കിഴങ്ങാണ് ഈ കാണുന്നത്. കണ്ടോ, മധുരക്കിഴങ്ങുണ്ട്, പപ്പായ, നമ്മുടെ പപ്പായ ഉണ്ട്, വാഴയുണ്ട്, ചേമ്പുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നമ്മളിവിടെ കാണുന്ന അതേ കൃഷിയൊക്കെ ഇവിടെയും കാണാം. ഇതുണ്ട്, ഇത് ഇവിടെ കപ്പയൊക്കെ ഉണ്ട്. ഇതുണ്ട്, കപ്പ നട്ടേക്കണ. കപ്പയുണ്ട്, കിഴങ്ങാണ് ഇവിടുത്തെ പ്രധാന ഫുഡ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഓ, ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി. ഇത് കണ്ടോ, നല്ല അടിപൊളി വ്യൂ ഉണ്ട്, ഒരു രക്ഷയില്ല. എന്താ നല്ല രസമുള്ള സ്ഥലമാണ്. നൈസ്. അപ്പോൾ നമ്മൾ മഡ്മാൻ്റെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഇനി അടുത്ത ട്രൈബിന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അത് വേറെ സ്ഥലത്താണ്. ശരിക്കും ഈ ഭാഗത്തൊക്കെ ഭൂപ്രകൃതി ഉണ്ടോ, എന്തൊരു ഭംഗിയല്ലേ, നല്ല രസമില്ലേ കാണാനായിട്ട്. കാടും മലകളും ഈ മേഘമൊക്കെ നോക്കി അടിപൊളി കാഴ്ച. നമ്മൾ ഉള്ളത് ഇപ്പോൾ ഹൈലാൻഡ് ഏരിയ എന്നാണ് ഇവർ പറയുന്നത്. അതായത് നമ്മുടെ ഹൈ റേഞ്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഏരിയ, മൊത്തം കുന്നുകളും മലകളും ഒക്കെയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ മഴ പെയ്യും, പക്ഷെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ, കാണാൻ എന്ത് ഭംഗി. നമ്മൾ ഈ ഹാഗനിലോട്ട് പോകുന്ന വഴിയിൽ നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ റോഡ് പല സ്ഥലത്തും പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പണി നടക്കാകണ്ട. അപ്പോൾ റോഡ് പണി ആയത് കാരണം നമുക്ക് ഭയങ്കര സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. പയ്യെ ചില സ്ഥലത്ത് ബ്ലോക്ക് ചെയ്തൊക്കെ ഇടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമുക്കൊരു 3 മണിക്കൂറാണ് ഹാഗനിലോട്ട് യാത്ര. ഈ പോകുന്ന വഴിയിലാണ് നമ്മൾ ഓരോ ട്രൈബിനൊക്കെ കണ്ട് ആണ് പോകുന്നത്. അതുപോലെ ഇവിടുത്തെ റോഡിൻ്റെ പണിയൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് മൊത്തം എനിക്ക് തോന്നുന്നത് ചൈനയാണ്. ചൈനയുടെ സഹായത്തോടു കൂടിയാണ് ഇവർ റോഡൊക്കെ പണിയണേ. റോഡ് മാത്രമല്ല, പല ബിൽഡിങ്ങും പല സംഭവങ്ങളൊക്കെ ഹെൽപ്പ് വരുന്നത് ചൈനയിൽ നിന്നാണ്. ചൈന നോട്ടിട്ട് വെച്ചേക്കണ സ്ഥലമൊന്നും ഉണ്ടത്. കുറേ ആൾക്കൂട്ടം കാണുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്. അടിയിടിയൊക്കെയാണെന്നാണ് തോന്നണേ കേട്ടോ. കണ്ടാ നമ്മളെ ഇവിടെ ഇറങ്ങി അവിടെ എന്തോ അടി നടക്കാമെന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, ആളുകളെ കൂടിയിട്ട് എന്തോ ഒച്ചപ്പാടൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ വന്നേക്കണത് കുറേ സ്നാക്സൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. ഇതുണ്ട് ഇവരുടെ തനതായ ഭക്ഷണം. ഇത് കിഴങ്ങ, ഇത് മധുരക്കിഴങ്ങ്, ഇതെന്താണ്, ഇത് ഉരുളക്കിഴങ്ങ്, ഇത് സോസേജാണ്, ഇത് ബ്രൊക്കോളി, പിന്നെ അത് ചിക്കനൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ അടക്ക വെക്കാൻ വെച്ചിട്ടുണ്ട്. ഹലോ, ഞാൻ മൈക്കുള്ളതിൻ്റെ ഒറ്റ ബലത്തിലാണ് ഇറങ്ങി നടക്കണത്. ഹലോ, 2 കിന. ഇതൊക്കെ നമ്മുടെ പയ്യനാ, അവനെന്തോ മേടിച്ചല്ലോ. ഇവൻ എന്നെ രൂക്ഷമായിട്ട് നോക്കണേ സ്ഥിരം. ഇവിടെയൊക്കെ കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എനിക്ക് ജോലിക്കാരാണ് മൊത്തം. അവരെവിടെയൊക്കെ ഇവിടെ ഫുള്ള് കടകളാണ്. ഇത് കണ്ടോ, എല്ലാം കടകളാണ്. ആക്ച്വലി നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇറങ്ങി നടന്നാൽ കുറച്ച് പ്രശ്നമുണ്ടെന്നാണ് പൊതുവേ പറയുന്നത്. നമുക്കിതുവരെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ മൈക്ക് നമ്മുടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് ധൈര്യമായിട്ട് ഇറങ്ങി നടക്കണം. അപ്പോൾ ഇവിടെ നേരത്തെ കണ്ടപോലെ കുറേ ഫുഡൊക്കെ ഉണ്ട്. ഇത് ചിക്കനാണ്. ഇത് നമ്മൾ നേരത്തെ കഴിച്ചില്ല അങ്ങനത്തെ സംഭവം. ഓക്കെ, താങ്ക് യു. ഞാനേ വിശക്കുണ്ട്. ഒരു കിഴങ്ങ് മേടിച്ചു. ഒരു കിഴങ്ങിന് 1 കിന.
നമ്മുടെ നാട്ടിൽ 22 രൂപ. ഹലോ. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ക്ലൈമറ്റൊക്കെ അങ്ങ് മാറി, മഴയൊക്കെ പെയ്തു തുടങ്ങി. അവിടെ ഫോഗൊക്കെ, നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നല്ല രസമുള്ള ക്ലൈമറ്റാണ് ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളിയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ, ഇടയ്ക്കിടയ്ക്കല്ല, ഡെയിലി മഴ കാണും എന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷെ അതൊരു അനുഗ്രഹമെന്ന് തോന്നാൻ നല്ല രസമുള്ള ക്ലൈമറ്റാണ്. ഇപ്പോൾ ഈ ഹൈലാൻഡ് ഏരിയയിലൊക്കെ രാത്രിയിലൊക്കെ ഒരു 10 ഡിഗ്രി അല്ലെങ്കിൽ 15 ഡിഗ്രി ഒക്കെ ആയിരിക്കും ഇവിടുത്തെ കാലാവസ്ഥ. പക്ഷേ പോർട്ട് മൊറസ്ബിയിൽ ഒരു 25 മുതൽ 30 ഡിഗ്രി വരെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയായിരിക്കും. ഇതേ നമ്മൾ പോകുന്ന വഴി ഫുള്ള് വളഞ്ഞ് പുളഞ്ഞ് കിടക്കുന്ന ഈ മലയുടെ സൈഡിൽ കൂടിയുള്ള ഹൈ റേഞ്ച് പാതകളില്ലേ, അങ്ങനത്തെ പാതയാണ്ടത്. ഇതെനിക്ക് തോന്നുന്നത് താരി വരെയൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നണം. മൗണ്ട് ആഗൺ കഴിഞ്ഞിട്ട് താരി ഭാഗത്തോട്ടൊക്കെ വഴിയുണ്ട്, അവിടെ വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നത്. ഇത് ഹൈലാൻഡ് എന്നാണ് ഇവർ പറയുന്നത്, ഹൈലാൻഡ് ഏരിയ, അതായത് മലമ്പ്രദേശമാണ് മൊത്തത്തിൽ. ഈ വളവും തിരിവും മാത്രമല്ല കേട്ടോ, ഒന്നാമത് ഇവിടെ റോഡ് പണി നടക്കുന്നു, അതിൻ്റെ കൂടെ മഴ വരുന്നു പോകുന്നു. ഇപ്പം നല്ല ശക്തമായ മഴയുണ്ടോ. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ മഴയൊക്കെ മാറിയടാ, പിന്നെയും പഴയ കാലാവസ്ഥ തന്നെ. എന്നാലും ഇത്തിരി തണുപ്പൊക്കെ ഉണ്ട്, തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലമ്പായിട്ട് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു മൊത്തം മണ്ണും ചെളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ് റോഡ് മൊത്തം. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ പണി നടന്നു കഴിയുമ്പോൾ നല്ല റോഡായിരിക്കും. പിന്നെ ചില ഭാഗത്തുള്ള റോഡൊക്കെ കൊള്ളാം, വലിയ കുഴപ്പമില്ലാത്ത റോഡാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാ പശുക്കളെ കാണുന്നത്. ഓക്കെ, ആടിനെയൊക്കെ നേരത്തെ കണ്ടായിരുന്നു. ഈ വണ്ടി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു എൻ്റെ പറഞ്ഞോ. പഞ്ചറാണോ വണ്ടി? ഈ ലോറി കണ്ടാ, ഇതിന്റെ ബാക്ക് ടയർ പഞ്ചറാന്ന് തോന്നുന്നു. ആ പശു ഇവനെ എന്നെ വിളിച്ച് കാണിക്കണ പശു ഉണ്ടെന്ന്. കൗ അയ്യോ, ഇതിന്റെ ഇത് കണ്ടോ കളർ നോക്കി. ഞാൻ ഇങ്ങനത്തെ ഒരു കളർ ആദ്യമായിട്ട് കാണുന്നത്. ബൈ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 പയ്യന്മാരുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവര് ഇവിടെ ഇറങ്ങാണ്. നമുക്കിനിയും പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ മൈക്കിന്റെ ബ്രദറിന്റെ വീടാണിത്. അപ്പോൾ ബ്രദർസാണ്. ബ്രദർ ചിമ്പു പ്രൊവിൻസ്, കുണ്ടിയാവ, നല്ല പേര്. അപ്പോൾ ബ്രദറിന്റെ മക്കളാണ് ഈ കാണുന്നത്. ഹലോ. ഇത് മൂത്ത കൊച്ചിനെ ഉണ്ടാക്കിയത്, മറ്റേ ചെറുത് നമ്മുടെ ഒപ്പം വരുന്നുണ്ട്. നമ്മളങ്ങനെ സിംബു എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് വന്നിട്ടാ. അപ്പോൾ ഈ സിംബുവിന് ശേഷം എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല റോഡാണെന്നാണ് കേട്ടത്. നോക്കിയിട്ട് നല്ല റോഡാണ്. അപ്പോൾ സിംബു ഒരു നമ്മൾ നേരത്തെ ഗോരോക്ക ടൗണൊക്കെ കണ്ട പോലത്തെ ചെറിയൊരു ടൗണാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ഈ മാർക്കറ്റ് പോലത്തെ ഒരു ഏരിയ. ഇവിടെ ഈ സിംബു എന്ന് പറയുന്ന സ്ഥലത്ത് എയർപോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇവിടെ പല സ്ഥലത്ത് എയർപോർട്ട് ഉണ്ടെങ്കിലും ഫ്ലൈറ്റൊക്കെ പോകുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ കുണ്ടിവ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആക്ച്വലി നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. ഇനി ഇവിടെ നിന്ന് മൗണ്ട് ആഗനിലോട്ടൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ അത്രേ ഉള്ളൂ നമ്മളെത്തും. നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ആളുകൾ വഴിയിൽ നിൽക്കുമ്പോൾ ചിലവരിങ്ങനെ കൈ കാണിക്കും. സംഭവം ലിഫ്റ്റ് ചോദിക്കുന്നതാണ്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാർക്ക് വണ്ടികളൊന്നും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല കേട്ടോ. നമുക്ക് ഈ കാണുന്ന കാറും പിന്നെ ബസ് സർവീസായിട്ട് ഓടുന്ന ഇവിടുത്തെ ലോറികൾ ഇതൊക്കെ അല്ലാണ്ട് സാധാരണ ഒരാൾക്ക് ഒരു ബൈക്കോ അല്ലെങ്കിൽ പോട്ടെ ഒരു സൈക്കിള് അതുപോലും നമ്മൾ കാണുന്നില്ല കേട്ടോ. ആർക്കും ഒരു സൈക്കിള് പോലും ഇല്ല. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഇതിൽ കൂടി നടന്നപ്പോൾ നമുക്ക് മനസ്സിലായത്. ഞാനിവിടെ വന്നിട്ട് ഒരു സൈക്കിള് പോലും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം പേരും ഈ നടന്നൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. അതല്ലെങ്കിൽ കുറേ ദൂരമൊക്കെ ആണെങ്കിൽ മറ്റേ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ചിട്ട് അവർ പോകുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സൈക്കിളെങ്കിലും കാണൂലേ, ദാരിദ്ര്യമാണെന്ന് പറഞ്ഞാൽ. പക്ഷെ അതുപോലെ ഇവർക്കില്ല. ഇവർ കൂടുതലും വില്ലേജിലുള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതൽ നടക്കുകയാണ് ചെയ്യണം. പിന്നെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വണ്ടിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരോട് കൈ കാണിച്ചിട്ട് ലിഫ്റ്റ് ചോദിച്ച് കയറി പോകുന്നവരുണ്ട്. പിന്നെ ഈ പാപ്പുവ ന്യൂഗിനിയിൽ ഒരുപാട് ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. പല മേഖലയിൽ ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ ഡോക്ടേഴ്സ് ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഒരു ടീച്ചറിനെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു. ഇവർക്കൊക്കെ സാലറി അത്യാവശ്യം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പലർക്കും സാലറി ഒരുപാട് തരാം എന്ന് പറഞ്ഞാൽ പോലും ഇങ്ങോട്ടേക്ക് ജോലിക്ക് വരാത്ത സ്ഥിതി ഉണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും ചിലവർ വന്നിട്ട് നിർത്തിപ്പോയവരുണ്ട്. പക്ഷേ സാലറി അത്യാവശ്യം എനിക്ക് തോന്നുന്നു 1 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടും കേട്ടോ. പക്ഷേ അത് മന്ത്ലി അല്ല, 2 ആഴ്ച കൂടുമ്പോഴാണ് ഇവിടെ സാലറി. അങ്ങനെയാണ് എനിക്ക് അറിയാണ്ട് സാധിച്ചത്. അതായത് ഓരോ 2 ആഴ്ച കൂടുമ്പോൾ 1 ലക്ഷം രൂപ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 2 ലക്ഷം രൂപയൊക്കെ മാസം സാലറി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള IT മേഖലയിൽ
അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, പ്രധാനമായിട്ട് ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ടീച്ചറായിട്ട് വന്നാൽ വേറെ ഗുണം എന്താണെന്ന് അറിയാം, നമുക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നത്, എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്, അങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സ്കൂളിനോട് അനുബന്ധിച്ച് തന്നെ റൂമുകൾ കിട്ടും. അതായത് ടീച്ചേഴ്സിന് റൂമുകൾ കൊടുക്കണം അല്ലെങ്കിൽ വീട് കൊടുക്കണം എന്നാണ് ഇവിടുത്തെ ഒരു റൂൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സായിട്ട് വരുന്നവർക്ക് എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഓപ്ഷനായിരിക്കും ഇവിടെയൊക്കെ. പിന്നെ ഈ നാട്ടിലെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദാരിദ്ര്യം ഉണ്ടെങ്കിലും എല്ലാവർക്കും വീടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ആൾക്കാർ മോഷ്ടിക്കുകയും പിന്നെ പിടിച്ചുപറി അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മുടെ കയ്യിൽ സാധനമൊക്കെ പോവും, പിന്നെ മോഷ്ടിക്കുക, അങ്ങനെ കുറേ ഇഷ്യൂസ് ആക്ച്വലി ഉണ്ട്. പിന്നെ ചില മേഖലയിലോട്ട് പോകുമ്പോൾ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ഭീഷണിപ്പെടുത്തി കാശ് മേടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം കൊള്ളടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. അത് ഈ സിറ്റികളിൽ എനിക്ക് തോന്നുന്നു അത് കുറവായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ പബ്ലിക്കായിട്ട് ഇറങ്ങി നടക്കുമ്പോൾ ഒറ്റക്കാണെങ്കിൽ പണി കിട്ടും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതാണ് ഈ നാട്ടിൽ എനിക്ക് തോന്നുന്നു ടൂറിസമൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. ടൂറിസത്തിന് പറ്റിയ എന്തുമാത്രം കൾച്ചർ ഇവിടെ. പക്ഷേ ആൾക്കാരുടെ സ്വഭാവം കാരണം ആരും ഇങ്ങോട്ട് വരില്ല, അതാണ് പ്രശ്നം. ശരിക്കും ഒരു നോർമൽ ടൂറിസ്റ്റിന് ഇവിടെ വന്ന് ഇവരുടെ കൾച്ചറൊക്കെ കണ്ടു പോകാം, ഏറ്റവും അടിപൊളി സ്ഥലമാണ്. പക്ഷേ ഇതിപ്പോൾ നമ്മളൊരു അഡ്വഞ്ചർ പരിപാടി ചെയ്ത പോലത്തെ ഒരു പരിപാടിയാണ് ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാരണം എല്ലാം പേടിക്കണം, ഒന്നും കൊണ്ടു നടന്ന പ്രശ്നം, അത് പ്രശ്നം, കുറേ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയായിരുന്നു, അച്ഛന് 2 തവണ ഇതുപോലെ ഒരു വഴി കൂടി പോയപ്പോൾ വഴിയിൽ തോക്കൊക്കെ ഇട്ട് ആൾക്കാർ നിന്ന് ഭീഷണിപ്പെടുത്തി ശ്രമിച്ചു. പക്ഷേ പുള്ളി സ്പീഡിൽ വണ്ടി എടുത്ത് പോയ സിറ്റുവേഷനൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒന്നും പറയാൻ പറ്റില്ല, ഇവിടെ അൺപ്രെഡിക്റ്റബിളാണ്, എന്തും സംഭവിക്കാം. സൂക്ഷിക്കേണ്ടത് നമ്മളാണ്, നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം.